അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് അറിയാമല്ലോ. നമ്മൾ ചെയ്തിരിക്കുന്ന മോര് കാച്ചിയതാണ്. അതായത് നമ്മൾ തേങ്ങ ഇല്ലാതെ നമ്മളെ കൊഴുപ്പോട് കൂടി നല്ല കട്ടിയോടുകൂടി നല്ല പുളിപ്പോട് കൂടിയ നമ്മൾ മോര് കാച്ചി എടുത്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്, എളുപ്പത്തിൽ ചെയ്യാൻ കൂട്ടുകാരെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വിലപ്പെട്ടതാണ്. അപ്പൊ ഇത് എങ്ങനെ ചെയ്തെന്ന് കണ്ടിട്ട് വന്നാലോ കൂട്ടുകാരെ. ആദ്യം തന്നെ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു കപ്പ് കട്ടി തൈരാണ്. നല്ല തൈര് എടുക്കുമ്പോൾ നല്ല പുളിയുള്ള തൈര് തന്നെ കൂട്ടുകാരെ എടുക്കാൻ നോക്കുക. അതേ കപ്പിൽ തന്നെ നമ്മൾ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് മാറ്റി ലൂസാക്കി എടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് മാറ്റി വെച്ചിട്ട് ഞാനൊരു സ്റ്റീലിൻ്റെ ഈ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തിട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തത് 1/2 ടീസ്പൂൺ ഉലുവയാണ്. ഉലുവയും പൊട്ടി വന്നതിന് ശേഷം ഞാനൊരു 5 വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും നല്ല രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 12 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ആ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറുന്നവരെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 3 വറ്റൽമുളകും 2ആയിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കുന്നത് പൊടി ഐറ്റംസ് ആണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ നമ്മൾ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ആ പൊടി ഐറ്റംസിൻ്റെ പച്ചമണക്ക മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണക്ക മാറി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഇവിടെ റെഡിയാക്കി വെച്ചത് നമ്മുടെ മോര് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് തീ എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിലായിരിക്കണം. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഞാൻ ഏകദേശം തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ലാസ്റ്റായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉപ്പാണ്. പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മോര് കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേറെ പരിപാടിയൊന്നുമില്ല കൂട്ടരെ, ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് ചെയ്തെടുത്ത മോര് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കൂട്ടരെ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.